നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണവുമായി പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ. സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ വെറും PR തട്ടിപ്പാണെന്നും രാഷ്ട്രീയ വിരോധം തീർക്കുവാനുള്ള ആയുധമാണെന്നും രാഹുൽ ആരോപിച്ചു. ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പഴയ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ നേരിടുന്നത്. തന്നെ ജയിലിൽ അടച്ചോ കൊല്ലാൻ നോക്കിയോ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് ശ്രീ വിജയ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റ് ആരംഭിക്കുന്നത്. കേരളത്തിലെ സ്ത്രീപക്ഷ നിലപാടുകളെല്ലാം കേവലം രാഷ്ട്രീയ അവസരവാദമാണെന്ന് ഇതിനോടകം ബോധ്യപ്പെട്ടതായി രാഹുൽ പറയുന്നു. പറയാൻ സർക്കാരിന്റെ നേട്ടങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉയർത്തുന്നതെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്ന് രാഹുൽ മുന്നറിയിപ്പ് നൽകുന്നു. ചുമ്മാ വിരട്ടാൻ നോക്കണ്ട എന്നും ജയിലിലാക്കിയാലും കൊല്ലാൻ നോക്കിയാലും താൻ ഭയപ്പെടില്ല എന്നുമാണ് രാഹുലിന്റെ പ്രഖ്യാപനം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ വെറും PR തട്ടിപ്പും രാഷ്ട്രീയ അവസരവാദവും രാഷ്ട്രീയ വിരോധം തീർക്കലും ഒക്കെയാണ് എന്ന് ഇതിനോടകം കേരളത്തിന് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഒന്നും അറിയാതെ ആരുടെയോ സ്ക്രിപ്റ്റിലെ ഒരു കഥാപാത്രമാണ് താങ്കളെന്ന് കഴിഞ്ഞ ദിവസം ആ കപ്പിനെ പറ്റിയുള്ള താങ്കളുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു. ശ്രീ വിജയൻ, താങ്കളുടെ സർക്കാർ മുൻ CPM MLA കുഞ്ഞു മുഹമ്മദിന്റെ പരാതി മുക്കിയത് ആ പരാതിക്കാർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിനെതിരെ ആരോപണം വന്ന് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിച്ചയാളാണ് താങ്കൾ. ശ്രീ വിജയൻ ഇന്ന് ന്യായീകരിച്ചല്ലോ ശ്രീ ഗണേഷ് കുമാറിനെ അത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതെ, ഗണേഷ് കുമാറിനോട് അന്നത്തെ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലേ? ഇന്ന് അതേ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഭാര്യ താങ്കളുടെ മകളോടും താങ്കളുടെ പോലീസിനോടും വരെ പരാതി പറഞ്ഞിട്ട് ആ സ്ത്രീയെ സഹായിച്ചു. എന്നെ ഹോട്ടൽ വളഞ്ഞ് താങ്കളുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പറ്റാവുന്നത്ര അപരാധം യാതൊരു തെളിവുമില്ലാതെ എഴുതി പിടിപ്പിച്ചിട്ട് കോടതിയിൽ കൊടുത്തിട്ട് എന്തായി? കോടതിയിൽ പറഞ്ഞതുകൂടി സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും ഇനി സമർപ്പിക്കാൻ പോകുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറാം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത വാർത്തകൾ പുറത്തുവിടുന്ന ആ പോലീസ് ഈ തെളിവുകൾ അങ്ങ് പുറത്തുവിടട്ടെ. എന്തായാലും എല്ലാ സത്യവും പുറത്തുവരും. എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എന്റെ പ്രസ്ഥാനവും എന്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ ഈ ലോകത്ത് എന്റെ പ്രസ്ഥാനത്തെപ്പറ്റി പരാതി പറയാൻ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ലാത്തത്ര വേഗതയിലും എതിർവാദം കേൾക്കാൻ പോലും തയ്യാറാകാതെയും നടപടിയെടുത്ത കോൺഗ്രസിന്റെ തട്ട് താണു തന്നെ ഇരിക്കും. പറയാൻ സർക്കാരിന്റെ നേട്ടങ്ങളില്ലാത്തതുകൊണ്ട് ഇത് വിഷയമാക്കണമെങ്കിൽ ആക്കിക്കോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ബാക്കി ജനം തരും. ഭാര്യയുടെ നാഭിക്ക് ചവിട്ടിവന് പിന്നെ കൊടുത്ത സ്ഥാനമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ശ്രീ വിജയ, ചുമ്മാ വിരട്ടാൻ നോക്കേണ്ട, ജയിലിലാക്കിയാലല്ല കൊല്ലാൻ നോക്കിയാൽ പേടിക്കില്ല. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച പോസ്റ്റ്.